4 കാര്യങ്ങൾക്ക് പെണ്ണിനെ കെട്ടലുണ്ട്. ഒന്ന്, അവളുടെ സമ്പത്ത് നോക്കിയിട്ടാണ്. ഇപ്പൊ പിന്നെ സമ്പത്ത് നോക്കലുണ്ടോ എന്ന് ഞാൻ പറയില്ല, കാശിയും ശ്രീധരനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകണില്ല. എന്നാലും പെണ്ണിന്റെ ഒക്കെയും ആണിന്റെ ഒക്കെ കുടുംബത്തിൽ പൈസ നോക്കണ പരിപാടി ഉണ്ട്. പിന്നെ രണ്ടാമത്തത് വലി ജമാലിഹ, സൗന്ദര്യം നോക്കലാണ്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ സ്റ്റൈലുണ്ടോ ഇല്ലേ നോക്കിയിട്ട് കെട്ടലുണ്ട്. പിന്നെയോ തറവാട് നോക്കിയിട്ട് കെട്ടലുണ്ട്. നാലാമത് തങ്ങൾ പറയുന്നു വലിദീനിഹ, പെണ്ണിന്റെ മതബോധം നോക്കിയിട്ട് കെട്ടലുണ്ട്. അമ്മോശങ്കാനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മോശങ്കാനെ പോയി അന്വേഷിച്ചു, അങ്ങനെ ഉണ്ട്. അപ്പൊ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, മൂപ്പരും വീട്ടിലുള്ള ആൺകുട്ടികളൊക്കെ സുബഹിക്ക് എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് ഉണ്ടാവലുണ്ട്. ഇപ്പൊ മനസ്സിലാക്കാം, ആ വീട്ടിലുള്ള പെൺകുട്ടി സുബഹി നിസ്കരിക്കുന്നവരാണ്, ചിലപ്പോൾ തഹജ്ജുദ് അടക്കം നിസ്കരിക്കുന്നവരാണ്. അദ്ദേഹം അമ്മോശങ്ക പള്ളിയിൽ വന്നാൽ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 4 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണ്. പള്ളിയിൽ വന്നാൽ അത്യാവശ്യം സമയമുണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് ഓതുന്ന ആളാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ വീട്ടിലുള്ള കുട്ടികളും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുത്ത് വിജയിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊരാൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഉസ്താദേ മകൾക്ക് പുതിയാപ്പളിനെ അന്വേഷിച്ച് ശരിയാകുന്നില്ല, ഇനിയിപ്പോ ഒരു മൊയിലാരായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നു. കണ്ട, ടൈൽസിന്റെ പണിക്കാരെ നോക്കിയിട്ട് കിട്ടുന്നേയില്ല, ഇനിയിപ്പോ ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാധു ഭാഷ അറിയാത്തല്ലോ, ഉപയോഗിക്കാറിയാത്ത പറഞ്ഞു ഇങ്ങനെ കൊല്ലത്തില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മദ്രസയിലെല്ലാം നല്ല ഉസ്താദന്മാരെ കിട്ടായിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ടുള്ളത്, അതുകൊണ്ട് കിട്ടണ ആളെ പിടിച്ച് കെട്ടിക്കലാ നല്ലത് എന്ന് പറഞ്ഞു. സംഗതി നിങ്ങൾ നോക്ക്, നല്ല അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അവന്റെ ചങ്ങാതിയുടെ ദീനനുസരിച്ചിട്ടാണ് അവനെ അളക്കുക, അവനെ പരിഗണിക്കുക. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ അടുത്ത് തൃശ്ശൂർ ഒരു സ്ഥലത്ത് വേദന പോയി. നാട് പറയാത്തത് ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ടാ. ക്യാമറമാൻ ലൈവില്ലേ, ഇത് ലൈവില്ലേ, അതുകൊണ്ടാ നാട് പറയാത്ത. കാരണം എനിക്ക് നാളെ മറ്റന്നാൾ കുന്നംകുളം തൃശ്ശൂരാ വേള്, പിന്നെ പോണ പോക്കിൽ വണ്ടി തടഞ്ഞിട്ട് നിങ്ങളെന്താ നമ്മളെ നാട്ടുകാരെ കാസർഗോഡ് മോശമാക്കി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നാട് പറയണില്ല. ഒരു വേദന പോയപ്പോൾ എന്നോട് ഒരു ഉസ്താദെ, ഒരു 10-65 ചെറുപ്പക്കാരുണ്ട്, വലിയ മഹല്ല, 10-65 ചെറുപ്പക്കാരുണ്ട്, ഒരു 28 വയസ്സെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു, പെണ്ണ് ശരിയാവുന്നില്ല. ഇടയിലുണ്ടോ ഉണ്ടോയെന്ന് അറിയില്ല. അള്ളാഹുത്തന്നെ നമുക്കൊക്കെ നല്ല ചെറുപ്പക്കാർ, നല്ല കുടുംബം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നല്ല കുടുംബജീവിതം അള്ളാഹു പെണ്ണുണ്ട്, പക്ഷെ നമുക്ക് യോജിക്കുന്ന ദീനുള്ള പെണ്ണില്ല, അവിടെ പ്രശ്നം. ആണുങ്ങളുണ്ട്, ആൺകുട്ടികളുണ്ട്, പക്ഷെ ഒരു മതബോധം നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വഴിക്ക് പറയാം. ഞാൻ പറഞ്ഞത് മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണം. ദീനുള്ള പെണ്ണിനെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തന്നെ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പൊന്നുമകളുണ്ട്, ഫാത്തിമത്തു ബിളഅത്തു മിന്നീ, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഫാത്തിമ ബീവിയെ കല്യാണം ആലോചിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി അടക്കമുള്ള നല്ല സവർണരായ സമ്പന്നരായ ധാരാളം സ്വഹാബികൾ വന്നിരുന്നു. മക്ക മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പണി പുല്ല് മുറിച്ചു കൊണ്ടുപോയി പശുക്കളൊക്കെ ഉള്ള അറബികൾക്ക് വിറ്റിട്ട് ഉപജീവന മാർഗം കണ്ടെത്തലാണ്. മക്കയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണ്. പേര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തുനബിന്റെ വളർത്തു മോനെ പോലോത്ത മോനാണ്. കുട്ടികളെ കൂട്ടത്തിൽ 10 വയസ്സിൽ തന്നെ ഇസ്ലാം പുൽകിയ മഹാനാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകൾക്ക് അന്വേഷിച്ച് വന്നപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്ന, അലിയേ മഹർ കൊടുക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല നബിയെ. എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് തന്ന ഒരു അങ്കിയില്ലേ, അത് ഉസ്മാൻ തങ്ങൾക്ക് കൊണ്ടുപോയി വിറ്റിട്ട് ദിർഹമുകൾ കൊണ്ടുവരൂ, അത് വിറ്റിട്ട് അതിൽ നിന്നാണ് ഭാര്യക്ക് കൊടുക്കേണ്ട, ഫാത്തിമ ബീവിക്ക് കൊടുക്കേണ്ട മെഹർ സംഘടിപ്പിച്ചത്. അത്രയും ദരിദ്രനായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്
റളിയല്ലാഹു അൻഹു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു ധനമുണ്ടായിരുന്നു. ആ ധനം അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, വിദ്യാധനം സർവധനാൽ പ്രധാനം. അത് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥമല്ല കേട്ടോ. ഇൽമ് അത് കൊടുത്താൽ തീരാത്ത സംഗതിയാ. നമ്മളടുത്ത് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 1 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ ബദർ മജ്ലിസിന്റെ പരിപാടിക്ക് കൊടുത്തു. ബാക്കി എത്ര ഉണ്ടാവും? 9 ലക്ഷം ഉണ്ടാവും. അതിന് കണക്കൂട്ടാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. നമുക്ക് 10 സൂറത്തുകൾ കാണാതെ അറിയാം. ഒരു സൂറത്ത് നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ബാക്കി നമുക്ക് എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. ഈ പഠിപ്പിച്ച കുറച്ച് ഉഷാറായിട്ടുണ്ടാവും. കൊടുത്താൽ തീരാത്തതാണ്. അതാ വിദ്യാധനം സർവധനാൽ പ്രധാനം. കൊടുത്താൽ തീരൂല. ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇൽമ കൂടും. അലി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്, അറിവിൽ സമ്പന്നനാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പുതിയ ആപ്പിളയാക്കി. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പള്ളിയിൽ ഖുതുബയോതുമ്പോൾ ഉസ്താദുമാര് സാധാരണ വെള്ളിയാഴ്ച ഖുതുബയോതും പറയാറുണ്ട്, സയ്യിദുൽ അഖ്താൻ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലേ? അങ്ങനെ കേൾക്കലില്ലേ? എന്താ ഈ സയ്യിദുൽ അഖ്താൻ എന്ന് പറഞ്ഞാൽ? പുതിയാപ്പളമാരുടെ നേതാവ്. സയ്യിദുൽ അഖ്താൻ എന്ന് പറഞ്ഞാൽ പുതിയാപ്പളമാരുടെ നേതാവ്. എന്താ പുതിയാപ്പളമാരുടെ നേതാവ് എന്നുള്ളത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു. ആ മകൾ മരണപ്പെട്ടപ്പോൾ അടുത്ത മകളെയും കൂടെ കെട്ടിച്ചു. ദിന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലും വലിയ പൈസക്കാരനാണ്, മദീനത്ത് വന്നപ്പോൾ കച്ചവടം ചെയ്ത് അവിടെയും വലിയ പൈസക്കാരനാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞു പോയാൽ ഉസ്താദ് ഒരു മോശാക്കി എന്ന് പറയണ്ട. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി പുതിയാപ്പിളയാക്കിയത് സമ്പത്ത് കണ്ടിട്ടല്ല, പിന്നെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദീന് കണ്ടിട്ടാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വിനയം കണ്ടിട്ടാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. 4 ആളെ പറയുമ്പോൾ 3-ാമനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 4-ാമനാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിനേക്കാൾ മഹത്വമുണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗത്തിൽ എല്ലാ നബിമാർക്കും ഒരു ചങ്ങാതിയുണ്ട്. സ്വർഗത്തിൽ എന്റെ ചങ്ങാതി ഉസ്മാനാണ്. അത്ര സ്റ്റാൻഡേർഡ് ഉണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പുതിയാപ്പിളയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയാപ്പിളയാക്കിയത് ഇൽമും മറ്റൊക്കെ തഖ്വയും നോക്കിയിട്ടാണ്. നമ്മളെ മക്കൾക്ക് പുതിയാപ്പിള അങ്ങനെ തന്നെ. മകൾക്ക് പുതിയാപ്പിള എടുക്കുമ്പോഴും കല്യാണം മകളെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ദീന് തിരഞ്ഞെടുക്കണം. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ്. ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇവിടൊക്കെ 100,000 പ്രശ്നങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് നമ്മുടെ ഉമ്മത്തിന് നല്ല ബുദ്ധി നൽകട്ടെ.